everyone, this is me Alina Thomas and welcome to my YouTube channel. ഇന്ന് ആ ദിവസമാണ്. ഏത് ദിവസമാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന ദിവസം. ഇത് കാണുന്ന പെൺകുട്ടികൾക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണിത്. നമ്മൾ ആഴ്ചയിൽ 1-2 ദിവസമായിരിക്കും, എനിക്കറിയാവുന്ന മിക്ക പെൺകുട്ടികളും അങ്ങനെയാണ്, ആഴ്ചയിൽ 1-2 ദിവസമാണ് ഹെയർ വാഷ് ചെയ്യാറ്. ആ ദിവസം പറഞ്ഞ പോലെ കുറേ സമയമെടുക്കും. എൻ്റെ മുടി തിക്നെസ് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് അത്യാവശ്യം വോളിയമുള്ള ഹെയറാണ്. അപ്പോൾ ഇത് വാഷ് ചെയ്ത് ഈ ഒരു പാകത്തിലേക്ക് ആക്കിയെടുക്കാൻ എനിക്ക് സമയമെടുക്കും. ഇതല്ല എൻ്റെ മുടിയുടെ ആക്ച്വൽ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. കുറച്ചും കൂടി വേവി ആയിട്ടുള്ള മുടിയാണ് എൻ്റെ. അപ്പം ഞാൻ എന്നും ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്ത് ഈ ഒരു ഫോമിലേക്ക് ആക്കിയെടുക്കാൻ എനിക്ക് അത്യാവശ്യം നേരം എടുക്കുന്ന പരിപാടിയാണ് ഈ ഹെയർ വാഷ് ഡേ എന്ന് പറയുന്നത്. കാരണം എൻ്റെ മുടിയുടെ ആക്ച്വൽ ടെക്സ്ചർ മിക്കവരെയും പോലെ തന്നെ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് അപ്പോൾ അത്യാവശ്യം സമയമെടുത്ത് ഞാൻ ഓരോ ദിവസം ചെയ്യുന്ന ഒരു കാര്യമാണിത്. ഇന്ന് അങ്ങനെ ഒരു ഹെയർ വാഷ് റുട്ടീനാണ് നമ്മുടെ വീഡിയോയിൽ വരാൻ പോകുന്നത്. UK-ലേക്കും കാനഡയിലേക്കൊക്കെ പുറത്തേക്ക് പഠിക്കാൻ വന്ന കുട്ടികൾക്കറിയാം, ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യുന്നത് നമുക്കൊരു ബേർഡനാണ്. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ നാട്ടിലായിരിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. തലയിൽ എണ്ണ വെച്ച് കുളിച്ച് അതിങ്ങനെ പതിച്ച് ഈരി പിന്നിയൊക്കെ വെച്ച് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അവിടെ നിന്ന് പിന്നെ ഞാൻ കോളേജ് ഹോസ്റ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ബാച്ചിലേഴ്സ് പഠിക്കാൻ പോയ സമയത്ത് എന്നോട് എല്ലാവരും അവിടെ നിന്ന് ചോദിച്ചു, എന്തിനാണ് എല്ലാ ദിവസവും മുടി കഴുകുന്നത്, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓക്കെ ഐ തോട്ട് വേണ്ട, നമ്മൾ ഒന്നരാടനാക്കിയത്. അപ്പോൾ ഒന്നരാടനായി. അവിടെ നിന്ന് പിന്നെ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടുത്തെ വെള്ളത്തിൻ്റെ ആണോ കാലാവസ്ഥയുടെ ആണോ എന്തിൻ്റെ ആണെന്ന് അറിയില്ല, മുടി ഭയങ്കരമായിട്ട് കൊഴിയാൻ തുടങ്ങി. എല്ലാവർക്കും എക്സ്പീരിയൻസ് ഇല്ലേ? ഇപ്പോൾ UK കാനഡ പോകുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പുറത്തേക്ക് വന്ന് ഇവിടുത്തെ വെള്ളത്തിൽ മുടി കഴുകി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മുടി ഭയങ്കരമായിട്ട് കൊഴിയും. അപ്പം നമ്മൾ വിചാരിക്കും ഓക്കെ ഭയങ്കരമായിട്ട് മുടിനെ കെയർ ചെയ്യണം. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് കാച്ചി എണ്ണയൊക്കെ കൊണ്ടുവന്ന് അത് തേക്കുന്നു, തൈര് തേക്കുന്നു, മുട്ട തേക്കുന്നു, കയ്യിൽ കിട്ടുന്നതൊക്കെ എടുത്ത് തലയിൽ തേക്കുന്നു. പക്ഷേ പ്രത്യേകിച്ച് ഒരു മാറ്റവും കാണാനില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനോട് യൂസ് ടു ആയി. ഇപ്പോൾ നമ്മളൊരു കാര്യം അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഒത്തിരി ബോധറിയില്ലല്ലോ. അപ്പോൾ മുടി കൊഴിയും എന്ന് ഞാൻ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ മുടി അതിൻ്റെ ഇഷ്ടത്തിന് കൊഴിയുന്നുണ്ട്. ഞാൻ ഇത്ര കഷ്ടപ്പെടാൻ പോവാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മുട്ട, എണ്ണ, കണ്ട സാധനങ്ങളൊന്നും ഞാൻ എൻ്റെ തലയിൽ വാരി തേക്കാറില്ല. ഞാൻ എണ്ണ തേക്കൽ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. അതുകൊണ്ട് മാത്രം മുടി കൊഴിച്ചിൽ കൂടിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആ മുടി കൊഴിഞ്ഞുകൊണ്ടിരുന്ന അളവിൽ തന്നെ മുടി കൊഴിയുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം വോളിയം ഇപ്പോഴും ഉണ്ട്. നാട്ടിൽ നിന്ന് വന്നതിലും മുടി കുറഞ്ഞിട്ടില്ല എന്നല്ല പറയുന്നത്, മുടി കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒത്തിരി സ്റ്റൈലിംഗ് ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. മേ ബി അതുകൊണ്ടും ആയിരിക്കാം കൂടുതൽ ഹെയർ പൊഴിഞ്ഞു പോകുന്നത്. പക്ഷേ എന്ന് വെച്ചാൽ നമുക്ക് മുടി സ്റ്റൈലില്ലാതെ ഇടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അത് ഞാൻ മൈൻഡ് ചെയ്യാതെ അതും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ മുടിയുടെ ആക്ച്വൽ ടെക്സ്ചർ ഇതില്ല. ഇപ്പോൾ കുളിച്ച് കഴിഞ്ഞ് ഇതെങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യുന്നതെന്നും ഏത് പ്രൊഡക്ട്സാണ് യൂസ് ചെയ്യുന്നതും എന്നൊക്കെ ഈ വീഡിയോയിൽ നമുക്ക് കാണാം. യെസ്, സോ ഓയിലിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്രീ സ്റ്റെപ്സ് ഒന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഹെയർ വാഷ് ചെയ്തിട്ട് ഐ തിങ്ക് ഒരു 3 ദിവസമായി. അപ്പോൾ ഒരു 3-4 ദിവസം ആകുമ്പോഴത്തേക്കും എൻ്റെ മുടി കുറച്ച് ഓയിലി ആവാൻ തുടങ്ങും. അപ്പോഴാണ് ഞാൻ ഓക്കെ ഹെയർ വാഷ് ചെയ്യണം എന്ന് റിയലൈസ് ചെയ്യുക. അല്ലെങ്കിലും എനിക്കൊരു റുട്ടീൻ ഉണ്ട് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നതിന്. അപ്പം ഇത് അത്യാവശ്യം ഓയിലി ആയി തുടങ്ങി. പിന്നെ പ്രത്യേകിച്ച് വിൻ്ററായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എനിക്കറിയില്ല എത്ര പേർക്ക് ഇവിടെ ഉണ്ടെന്ന്, ഡാൻഡ്രഫ് ആണോ ഡ്രൈ സ്കാൽപ്പ് ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു വെള്ള പൊടി പോലത്തെ ഒരു സാധനം വരും നമ്മുടെ ഹെയറിൽ. അത് ഭയങ്കര ഡിസ്റ്റർബിങ് ആണ്. നമുക്ക് എപ്പോഴും ഇങ്ങനെ നമ്മുടെ ഡ്രസ്സിലേക്ക് വരെ ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിൻ്ററായി കഴിയുമ്പോൾ എസ്പെഷ്യലി അതിൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഷാംപൂ ആണ്. ഇത് കുറേ പറഞ്ഞ പോലെ കുറേ സംഭവങ്ങൾ ട്രൈ ചെയ്ത് ലാസ്റ്റ് എത്തിയതാണ് ഇതിലേക്ക്. എനിക്ക് സെബറോയിഡ് ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞിട്ടൊരു സ്കിൻ കണ്ടീഷൻ കൂടെ ഉണ്ട്. അതായത് പറഞ്ഞ പോലെ ഡാൻഡ്രഫ് പോലത്തെ ഡ്രൈ സ്കിൻ ഒരു സംഭവങ്ങൾ മുഖത്തും കൂടി വരുന്നത്. ആ അലർജിക്കും ഈ തലയിലെ പ്രശ്നത്തിനും ഒക്കെ ആയിട്ട് ഞാൻ തപ്പി നടന്ന് കുറേ നാളെടുത്ത് പിന്നെ ട്രൈ ചെയ്ത് ഫൈനലി ഒരു എഫക്റ്റ് കിട്ടിയ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഡെർക്കോസിൻ്റെ ഷാംപൂ ആണ്. ഇത് വരുന്നത് വിച്ചി ലബോറട്ടറീസിൻ്റെ പ്രൊഡക്റ്റ് ആണ്. ഡെർക്കോസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ആൻറ്റി ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് ഷാംപൂ ആണ് എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയത്. സോ ആഴ്ചയിൽ ഈ പറഞ്ഞ പോലെ ഒരു 2 വർഷം ഹെയർ വാഷ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി വിൻ്ററിൽ ഞാനത് യൂസ് ചെയ്യാറുണ്ട്. സമ്മറിൽ ഒരു പ്രാവശ്യമാണ് യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഞാൻ കോമൺലി യൂസ് ചെയ്യുന്ന ഷാംപൂ റെഡ് കെനിൻ്റെ ഈ ഷാംപൂ ആണ്. ഒരു 1 ഇയർ ആയിട്ട് ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്കിതിൻ്റെ മണം
അല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ മുടിക്ക് കിട്ടുന്ന ഒരു ടെക്സ്ചറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്ന കഴിയുമ്പോൾ തന്നെ ഇവിടെ എത്തി കഴിയുമ്പോൾ മുടിയുടെ ടെക്സ്ചറിന് ഒരു മാറ്റം വരും. നാട്ടിൽ നിന്ന് എൻ്റെ മുടി ഉണ്ടായിരുന്ന പോലെ അല്ല ഇവിടെ വന്നു കഴിയുമ്പോൾ. ഇവിടെ ഹ്യൂമിഡിറ്റി കുറവാണല്ലോ, അപ്പോൾ മുടി കുറച്ചും കൂടി നന്നായിട്ട് കിടക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്റ്റൈൽ ചെയ്താലും ഈ പറഞ്ഞ പോലെ മാറാതെ അതുപോലെ തന്നെ കിടക്കും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ കുറച്ചും കൂടി ടെക്സ്ചറിന് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ പക്ഷേ എന്നാലും എൻ്റെ മുടി ഫ്രിസി ഡ്രൈ ഹെയർ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് യൂസ് ചെയ്യുമ്പം അത്യാവശ്യം മാറ്റമുണ്ട്. ഞാൻ ഞെക്കി ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. സോ റെഡ് കെന്നിൻ്റെ ഫ്രിസ് ഡിസ്മിസ് ഷാംപൂ ആണ്, അതിൻ്റെ തന്നെ കണ്ടീഷണറും ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഷാംപൂ കണ്ടീഷണറും കാണിച്ചത് മാറിപ്പോയി തോന്നും. ഓക്കെ, ഇതാണ് ഷാംപൂ ആൻഡ് അതിൻ്റെ തന്നെ കണ്ടീഷണർ. രണ്ടും ഫ്രിസ് ഡിസ്മിസ് അങ്ങനെ ഒരു പെയറായിട്ട് നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. സോ യെസ്, ഈ ഒരു 3 പ്രൊഡക്റ്റാണ് ഹെയർ വാഷ് ചെയ്യുന്ന നേരത്ത് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഈ ഒരു ഡാൻഡ്രഫിൻ്റെ ഷാംപൂ ഇട്ടിട്ടും ഒരു 5 മിനിറ്റ്സ് നമ്മൾ വെക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ കണ്ടീഷണർ ഇട്ടിട്ടും ഞാനൊരു 5 മിനിറ്റ്സ് വെക്കാറുണ്ട്. അങ്ങനെയാണ് ഹെയർ വാഷ് ഫിനിഷ് ചെയ്യാറ്. അങ്ങനെ ഒരു 5, 10, 15 മിനിറ്റ്സ് ഹെയർ വാഷിന് വേണ്ടി തന്നെ നമുക്ക് വേണ്ടി വരും. അപ്പോൾ നമുക്ക് പോയിട്ട് ഹെയർ വാഷ് ചെയ്തിട്ട് വന്നിട്ട് സ്റ്റൈൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടി കാണിച്ചു തരാം. അങ്ങനെ ഏറെക്കുറെ 10-40 മിനിറ്റ് എടുത്ത് ആ ഒരു ചടങ്ങ് അങ്ങോട്ട് കഴിഞ്ഞു. ഈ അപ്പാർട്ട്മെൻറ്റിലെ റെൻറ്റിലെ വാട്ടർ ബിൽ ഇൻക്ലൂഡഡ് ആയത് എന്തായാലും നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വന്നേനെ. ഈ ഒരു പോയിന്റിലാണ് മൈക്കിൻ്റെ ചാർജ് തീർന്ന് എൻ്റെ മൈക്ക് ഓഫായി പോയത്. അത് ഞാൻ തിരിച്ചറിഞ്ഞില്ല. അത് തിരിച്ചറിയാണ്ട് വാതോരാതെ എന്തായാലും വർത്താനം പറയുന്നുണ്ട്. എന്തായാലും പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുടി ഉണക്കുന്നതിന് മുന്നേ ഞാൻ യൂസ് ചെയ്യുന്ന 3 പ്രൊഡക്ട്സ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കാണിച്ചു തരുന്നതാണ്. മുടി ആക്ച്വലി ഉണക്കി കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ലിവിൻ സെറമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ലോറിയലിൻ്റെ സെറം എന്ന് പറയുന്നത്. അത് അത്യാവശ്യം ഗ്ലോസ് ഉള്ള ഒരു സെറമാണ്. അതിൻ്റെ അകത്ത് ഗ്ലിറ്റർ ഉണ്ട്. അപ്പോൾ അത് തേച്ച് കഴിയുമ്പോൾ ഇടയ്ക്ക് മുഖത്ത് ഗ്ലിറ്ററൊക്കെ വരാറുണ്ട്. അതിൻ്റെ കഥയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മൈക്ക് ഓഫ് ആയതുകൊണ്ട് തന്നെ അതൊന്നും റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ മുടിയിൽ ഈ ഒരു സെറം യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ആ ഒരു ഗ്ലിറ്റർ കാണാറില്ല. പക്ഷേ ഇടയ്ക്ക് കൈ നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ മുഖത്ത് നോക്കുകയാണെങ്കിലും ആ ഒരു ഗ്ലിറ്റർ വരാറുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടാണ് നമ്മൾ ഇത് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും തിളങ്ങിയിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വാങ്ങിച്ചത്. പക്ഷെ അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യാറ് ഡിസൈൻ മീ എന്ന് പറഞ്ഞിട്ട് ഒരു സെറാണ്. അത് ഞാൻ ഒരു പ്രാവശ്യം സലോണിൽ പോയപ്പോൾ എനിക്ക് അവിടുത്തെ മുടി വെട്ടുന്ന ആൾക്കാർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ പ്രൊട്ടക്റ്റൻറ്റ് സ്പ്രേ ആണ്. ഇതും ലോറിയലിൻ്റെ ഹീറ്റ് പ്രൊട്ടക്റ്റൻറ്റ് സ്പ്രേ ആണ്. അതുപോലെ ഈ ഒരു ഹെയർ മൂസ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ മാത്രം ട്രെസമിയുടെ കെരാറ്റിൻ സ്മൂത്ത് ഹെയർ മൂസാണിത്. അപ്പം നമ്മൾ സ്റ്റൈൽ ചെയ്ത് കഴിയുമ്പം ഹെയർ അത്യാവശ്യം ഞാൻ അറ്റമൊക്കെ കേൾ ചെയ്തിടുമ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേൾസൊക്കെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിന്നോളും. റെമിങ്ടൻ്റെ ഈ ഒരു ഹെയർ ഡ്രയറാണ് ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നത്. അത് അത്യാവശ്യം പവറുള്ള നല്ല ഹെയർ ഡ്രയർ ആയിട്ടാണ് കേട്ടോ എനിക്ക് യൂസ് ചെയ്തിട്ട് തോന്നിയത്. ഇതിൻ്റെ എല്ലാം ഹൈ മോഡ്സ് ഇട്ടിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഹീറ്റാണെങ്കിലും വരുന്ന കാറ്റാണെങ്കിലും ഒക്കെ ഹൈ ഇട്ടിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് അത്ര നല്ലതല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ക്ഷമയുടെ പോലും എനിക്കില്ലാത്തതുകൊണ്ട് ഒത്തിരി നേരം അല്ലെങ്കിൽ ഇതും പിടിച്ചിട്ട് ഇരിക്കേണ്ടി വരും. അത് എന്തായാലും പറ്റില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് തീർക്കാമോ അത്രയും പെട്ടെന്ന് തീർക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. പിന്നെ ഈ പറഞ്ഞ പോലെ സെപ്പറേറ്റ് എടുത്ത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള ക്ഷമയില്ല. നമ്മളെല്ലാം കൂടി ഇങ്ങനെ ഒരു വാരി കെട്ടിയൊരു പാർഷ്യലി ഉണക്കിയെടുക്കും. അങ്ങനെ ഡ്രൈ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ സെറം അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ചീവാറുണ്ട്. അപ്പോൾ കുറച്ചും കൂടി മുടിയിലേക്ക് ആ ഒരു പാർഷ്യലി നനഞ്ഞിരിക്കുമ്പോൾ സെറം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് അത് എഫക്റ്റീവ് ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മിക്കവരും യൂസ് ചെയ്യുന്ന 3-in-1 ഒരു ബ്രഷാണ് ഇത്. അപ്പോൾ ഞാനും അങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യാനും കേൾ ചെയ്യാനും ഡ്രയറായിട്ടും ഒക്കെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിച്ചത്. പക്ഷേ ഈ പറഞ്ഞ പോലെ അത്ര എഫക്റ്റീവായിട്ട് എനിക്കിത് തോന്നിയില്ല. കാരണം ഞാൻ കുളിച്ചിട്ട് വന്ന് നേരെ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ മൊത്തത്തിൽ മുടി ഡ്രൈ ആക്കി എടുക്കാൻ ഒരുപാട് നേരം എടുക്കും. ഇങ്ങനെ പാർഷ്യലി ഒന്ന് ഉണക്കിയെടുത്താൽ മാത്രമാണ് എനിക്കിത് കംപ്ലീറ്റ്ലി എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഒരു കാര്യത്തിൽ ഇത് അടിപൊളിയാണ്. നമ്മുടെ ഫ്രിസ് കൺട്രോൾ ചെയ്യാനും മുടി ഒന്ന് സ്മൂത്ത് ആക്കാനും ഒക്കെ ഇത് ഭയങ്കര നല്ലതാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് റെവലോണിൻ്റെ ഈ ഒരു 3-in-1 ബ്രഷാണ്. പക്ഷേ പറഞ്ഞ പോലെ കുളിച്ച് കഴിഞ്ഞ് നേരെ ഇത് മാത്രം ഒരു 3-in-1 പ്രൊഡക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല എന്നാണ് എൻ്റെ ഉത്തരം.
ആ ഇടയ്ക്കുള്ളൊരു മുടി കണ്ടോ നിങ്ങൾ? അതാണ് എൻ്റെ മുടിയുടെ ആക്ച്വൽ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. ഞാൻ ഒരു പ്രാവശ്യമാണ് ജീവിതത്തിൽ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്തിട്ടുള്ളൂ. പെർമനൻറ്റ് സ്ട്രെയിറ്റനിങ് ചെയ്യാൻ പോയിട്ട് ബ്ലോ ഡ്രൈ കുറച്ചും കൂടി നല്ലതാണെന്ന് ഓർത്ത് ഞാൻ അത് ചെയ്തു. അത് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 3 കൊല്ലമായി. ലാസ്റ്റ് ടൈം നാട്ടിൽ പോയപ്പോഴാണ് ഞാനത് ചെയ്തത്. അത് ചെയ്തിട്ട് പിന്നെ വന്നു. അത് കഴിഞ്ഞിട്ട് ആ ഒരു മുടി വളർന്ന് എൻ്റെ നാച്ചുറൽ ഹെയർ തന്നെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എല്ലാ ദിവസവും കുളി കഴിഞ്ഞിട്ട് ഈ കലാപരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട്. എസ്പെഷ്യലി ഇവൻറ്റ്സ് ഒക്കെ ഉള്ളപ്പോൾ ഞാൻ പിന്നെ കേൾ ചെയ്യാറാണ് പതിവ്. സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് തന്നെയാണ് ഞാൻ കേൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഹെയർ മൂസ് യൂസ് ചെയ്ത് കേൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം കുറേ നേരം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് അത് കിടന്നോളും. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉഡായിപ്പ് പരിപാടികളൊക്കെ ചെയ്ത് അത്യാവശ്യം ഇങ്ങനെ സ്റ്റൈലാക്കി കുറേ നേരം ഇത് കിടക്കല്ലോ. ഇവിടെ ഹ്യൂമിഡിറ്റി കുറവായതുകൊണ്ട് ഇതും ലോങ് ലാസ്റ്റിംഗ് ആണ്. അടുത്ത ഹെയർ വാഷ് വരെ ഇതിങ്ങനെ തന്നെ അങ്ങോട്ട് നിന്നോളും. കഷ്ടപ്പെട്ടാൽ എന്താ, പരിപാടിയൊക്കെ കഴിയുമ്പോൾ ഏറെക്കുറെ ഇങ്ങനെ ഇരിക്കും ഹെയർ. യെസ്, അങ്ങനെ നമ്മുടെ ഹെയർ വാഷ് ഡേ റുട്ടീൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു, മുടിയൊക്കെ ഉണക്കി, എല്ലാം സെറ്റായി. ഉച്ചയ്ക്ക് തുടങ്ങിയ പരിപാടിയാണ്. ഇപ്പോൾ ദേ ഇവിടെ ഗോൾഡൻ അവർ ആയി പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്കും. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. സീ യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.